മാം നമുക്ക് സംഭാഷണത്തിൽ തിരിച്ചു വരാം. അതിന് മുമ്പ് ഒരു കോൾ ഉണ്ട്. എഴുത്തുകാരി സുനീത ബാലകൃഷ്ണൻ നമ്മോടൊപ്പം ലൈനിലുണ്ട്. ഹലോ 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 മാഡത്തോട് സംസാരിച്ചോളൂ. ഹലോ ഹലോ സുനിത. ഹലോ കേൾക്കാമോ? കേക്കാം സുനിത. ഹലോ. അതിനാദ്യാണോ? അതെ അതെ. ഹലോ സംസാരിച്ചോളൂ. പുസ്തകം ഞാൻ വായിച്ചു. ഹലോ കേക്കാം സുനിത, പറഞ്ഞു. പുസ്തകം ഞാൻ വായിച്ചു. അപ്പൊ അതിനകത്ത് ഉദ്ദേശിച്ച ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണെന്ന് തോന്നുന്നു അല്ലേ ഇതിനകത്ത്? അതെ, അങ്ങനെയാണ് എഴുതി വന്നത്. ശരി. അപ്പൊ തുടക്കത്തിൽ അങ്ങനെ ആയിരുന്നില്ല? തുടക്കത്തിൽ ആദ്യത്തെ ഒരു ഷോർട്ട് സ്റ്റോറി എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അത് അവിടെ വെച്ച് ശരിക്കും ആദ്യം അവസാനിച്ചതാണ്. പിന്നെ എഴുതി തുടങ്ങിയപ്പോ ആ ക്യാരക്ടേഴ്സ് ഇങ്ങനെ ഒരു സൈക്കോളജിക്കൽ രീതിയിൽ ആണ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങിയത്. ആ ക്യാരക്ടേഴ്സ് ആണ് ശരിക്കും പറഞ്ഞ ആ സ്റ്റോറി ഡിക്റ്റേറ്റ് ചെയ്തത് തന്നെ പറയാം. അപ്പോ അത് ആ രീതിയിലാണ് പോയത്. പിന്നെ ഈ ലീലയും ജാനകിയും എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ഒരു നോവലാണിത്. അപ്പൊ ഇവര് രണ്ടുപേരെയും ഇത്രയും അവര് ഒരുപാട് കാര്യങ്ങളിൽ ഒരുപോലെയാണ്, എന്നാൽ ഒരുപാട് കാര്യങ്ങൾ വ്യത്യസ്തരുമാണ്. അത് എന്തുകൊണ്ടാണ് രണ്ട് സിസ്റ്റേഴ്സിനെ തന്നെ അങ്ങനെ അതൊരു ഫ്രോയിഡിയൻ അപ്രോച്ച് ആയിരുന്നു അത്? അല്ല ഫ്രോയിഡിയൻ ഒന്നും പറയാൻ പറ്റില്ല, കാരണം ഞാൻ അങ്ങനെ ഒരു ഇന്റൻഷനൽ ആയിട്ടല്ല. പക്ഷെ ഒരു കുടുംബത്തില് പലപ്പോഴും അമ്മയും പെൺമക്കളും എന്നൊക്കെ പറഞ്ഞാല് പല രീതിയിലും അവര് ജനറ്റിക്കലി തന്നെ സിമിലാരിറ്റീസ് ഉണ്ട്, ഒരുപോലെ ആവാം. പിന്നെ അവരുടെ ചുറ്റുപാടുകളൊക്കെ സിമിലർ ആണല്ലോ. അപ്പൊ അതിന്റെ ഇത് വരും. അതേസമയം എല്ലാവരും ഓരോ അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വാലിറ്റി ഉണ്ട്. പിന്നെ പലതും ഇൻഫ്ലുവൻസ് ഉണ്ടായത്. ഇപ്പൊ നമ്മള് ചില കാര്യങ്ങൾ കേട്ടും കണ്ടും വളരുമ്പോ അത് ഓരോ കുട്ടിയിലും അത് ഓരോ രീതിയിലാണ് അതിന്റെ ഇഫക്റ്റ് ഉണ്ടാവുന്നത്. അപ്പൊ അതിന്റെയൊക്കെ ഒരു റിസൾട്ട് ആയിട്ടാണ് ഈ രണ്ട് സിസ്റ്റേഴ്സ് ആ രീതിയിൽ ആവുന്നത്. ഒരേപോലെയാണ്, അതേസമയം അല്ലേം താനും. അപ്പൊ തമ്മിലുള്ള ഒരു സിബ്ലിംഗ് റൈവലറി എന്നൊക്കെ പറയുന്ന പോലെ അതുകൊണ്ട്. അപ്പൊ എനിക്ക് എന്റെ ചേച്ചിയെ പോലെ ആവണ്ട എന്നുള്ള ഉള്ളിന്ന് തോന്നാനും വഴിയുണ്ട്. അങ്ങനെയൊക്കെ എല്ലാം കൂടെ ഉള്ള ഒരു രണ്ട് ക്യാരക്ടർ. അതുപോലെ തന്നെ അതിനകത്തെ അമ്മയുടെ കഥാപാത്രം ഇവര് രണ്ടുപേരെയും കൂടെ ചേർന്നൊരു കഥാപാത്രമായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷെ ഈ അമ്മയുടെ ഒരു മുഖം എന്ന് പറയുന്നത് ഇവര് രണ്ടുപേരെയും രണ്ട് വശങ്ങളിലേക്ക് വെച്ച് ഉള്ളൊരു കഥാപാത്രമായിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. പുസ്തകം ഞാൻ വായിച്ചു നിർത്തിയപ്പോൾ എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. അങ്ങനെ ഉദ്ദേശിച്ചിരുന്നു ഒരെണ്ണം. ചില ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അത് അതിലൊരു വളരെ പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. കാരണം ഈ അമ്മ എന്ന് പറഞ്ഞാല് പേര് പോലും ഇല്ല, പക്ഷെ ഉള്ളിലിരുന്നോണ്ട് ഈ രണ്ട് മക്കളെയും എന്താ പറയാ പല രീതിയിലും തിരിച്ചുവിടുന്നത് അമ്മയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു കെമിസ്ട്രി. അപ്പൊ ആ അമ്മയുടെ പല ഭാവങ്ങളാണ് ഈ മക്കള് എന്നുള്ളതാണ്. അത് അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. ആരുടെ ജീവിതമാണ് ഏത്, അങ്ങനെയൊക്കെ ഉള്ളൊരു ഒരു ടെക്സ്റ്റ് ഉദ്ദേശം. പിന്നെ അതുപോലെ ഉണ്ടായത് ബാക്കി വേറൊരു സ്ത്രീ കഥാപാത്രം പ്രധാനമായിട്ട് വരുന്നത് ശ്രീചിത്ര കുഞ്ഞമ്മ. ശ്രീചിത്ര കുഞ്ഞമ്മയും ഇതേപോലെ തന്നെ ഇവരുടെ ജീവിതത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. അത് അവര് അമ്മയുടെ വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷവും ഈ പെൺകുട്ടിയുടെ വിവാഹം വരുമ്പോഴും എല്ലാം ഇവരുടെ ഇടപെടലുകളുണ്ട്. എന്നാൽ ശരിക്കും ഏറ്റവും എനിക്ക് കഴിഞ്ഞിട്ടും ശ്രീചിത്ര കുഞ്ഞമ്മ ഇങ്ങനെ ഒരു പ്രഹേളികയായിട്ട് നിൽക്കുകയാണ്. ഇപ്പോഴും ഒരു ശരിക്കും മനസ്സിലായിട്ടില്ല. അതും മനഃപൂർവ്വമാണോ എന്ന് അറിഞ്ഞാൽ കൊള്ളാൻ തോന്നുന്നു. അതെ, കാരണം അവർക്ക് ഇതിൽ ഉള്ള റോള് ഇവരുടെ ജീവിതത്തില് ഈ മൂന്നാല് പേരുടെ ജീവിതങ്ങളിൽ അവരുണ്ടാക്കുന്ന അവരുടെ ഒരു ഇഫക്റ്റ് അതാണ്. അപ്പൊ അവരിതിലൊരു നിമിത്തം പോലെ പലപ്പോഴും വരുന്നു. അവരും ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതാണ് അവരൊരു ഡിവൈസ് ആണ് അവിടെ. അല്ലാണ്ട് അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഇതില് വലിയ ദുർബലരെന്ന് പറഞ്ഞാല് അവര് അതെ ദുർബലരാണ്. കാരണം ഇതില് സ്ത്രീകളാണ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ അങ്ങനെ താരതമ്യം ചെയ്യുമ്പോ, പക്ഷെ അതേസമയം അവരുടേതായ ഒരു ക്യാരക്ടർ ഉണ്ട്. അപ്പൊ അവരും ഇതില് അവരുടെ ഒരു നിഴൽ ഇതിൽ വീഴുന്നുണ്ട്. അതെല്ലാം കൂടെ അങ്ങനെ ഒരു കൂട്ടാണ്. ഇത് ആരെങ്കിലും ഒരു റോൾ മോഡൽ ഉണ്ടോ? ഒരു ശൈലിയുടെ ഒരു റോൾ മോഡൽ മനസ്സിലുണ്ടോ അനുരാധയ്ക്ക്? ഇല്ല, ആരുമില്ല. അങ്ങനെ ആരുമില്ല. മലയാളത്തിലും ഇല്ല, ഇംഗ്ലീഷിലും ഇല്ല. അല്ല, റോൾ മോഡൽ എന്ന് പറഞ്ഞ വായനക്കാരിയായിട്ട് ധാരാളം പേര് വായിച്ച് അഡ്മയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എഴുതുമ്പോ അതെല്ലാം മാറ്റി വെച്ചിട്ടാണ് ഞാൻ എഴുതുന്നത്. ആണല്ലേ? എനിക്ക് എടുത്ത് വെച്ച് വിലാസിനിയുടെ കഥകളൊന്നും ഞാൻ പറയുന്നില്ല. വിലാസിനിയുടെ കഥകളുമില്ല. പക്ഷെ ഞാൻ വിലാസിനിയുടെ ആരാധികയായോണ്ടാണോ എന്നറിയില്ല, എവിടെ ഒരു സ്ഥലത്ത് എത്തിയപ്പോ എനിക്ക് വിലാസിനിയുടെ ചില കഥാപാത്രങ്ങൾ ഓർമ്മ വന്നു. എനിക്ക് കേരളത്തിന്റേതായ ചില പ്രത്യേകത, കേരളത്തിലെ സ്ത്രീകളുടെ ചില തലയെടുപ്പുണ്ടല്ലോ. അവർക്ക് എന്തിന്റെ ഈ വലിയ ബഹളങ്ങൾക്കൊക്കെ നടുക്ക് നിൽക്കുമ്പോഴേക്കും ഒരുപാട് പ്രശ്നങ്ങളുടെ നടുക്ക് നിൽക്കുമ്പോഴും അവർക്കുണ്ടാവുന്ന സ്വാഭാവികമായൊരു തലയെടുപ്പുണ്ട്. ഈ കഥാപാത്രങ്ങൾക്കുള്ളത് പോലെ തോന്നി എനിക്ക്.
അതെല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ, നോവൽ നന്നായിട്ടുണ്ട്. ഒരുപാട് നന്ദി. ഹലോ, വായിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. വിളിച്ചതിന് നന്ദി സുനിത. ഒരുപാട് നന്ദി. നമ്മള് ബുദ്ധിസ്റ്റ് ഗ്രാൻഡ് മദറിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിലേക്ക് തിരിച്ചു അതെ, അപ്പൊ അതൊരു ഒരു ചെറിയ കവിതയാണ്. എന്റെ മിക്ക കവിതകളും ചെറുതാണ്. ഒരു വാക്കുകളുണ്ട്, ഒരു പിക്ചർ, വേർഡ് പിക്ചർ പോലെയാണ് അത്. അപ്പൊ അവരെ കാണുന്ന ഒരു കാഴ്ചപ്പാട്. ഇപ്പൊ ഒരു പ്രായമായ സ്ത്രീ എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളയൊക്കെ ഉടുത്തിട്ടായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലാണെങ്കിൽ. അപ്പൊ അങ്ങനെ ഒരു ബുദ്ധിസ്റ്റ്, ഒരു സന്യാസിനി, ഒരു ഫിസിക്കൽ ആസ്പെക്ട്, അങ്ങനെ ഒരു സിമിലാരിറ്റി നടക്കുന്ന രീതി, ഒരു വളരെ എന്താ പറയാ, ഇങ്ങനെ എന്താ പറയാ, സ്ട്രേറ്റ് ബാക്ഡ് ആയിട്ട് ഒരു സെൽഫ് കൺട്രോൾ, ഒരു പ്രായമായ സ്ത്രീ, ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീയെ ദൂരത്തുനിന്ന് കാണുമ്പോൾ ഉള്ളൊരു ഇതാണ്. അതേസമയം ഈ ബുദ്ധിസ്റ്റ് ഇതിൽ ഈ വൈരാഗ്യം എന്നൊക്കെ പറയില്ല, ഡിറ്റാച്ച്മെന്റ്, അങ്ങനെയുള്ള പല ആസ്പെക്ട്സും ഉള്ള ഒരു ഗ്രാൻഡ് മദർ. അത് എന്റെ ഗ്രാൻഡ് മദർ ആവണമെന്നില്ല, ഒരു സ്ത്രീയെ അവരുടെ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ കണ്ട്, അതായത് വൈരാഗ്യം എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടെ കുടുംബത്തിനോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ, ഇവർക്ക് അവരെ വേണോ വേണ്ടയോ, അങ്ങനെയൊക്കെ ഉള്ളൊരു എലിമെന്റ്സ് കൊണ്ടുവന്നില്ല. അപ്പൊ ബുദ്ധിസ്റ്റ് എന്നുള്ളത് അതാണ്, ആ രീതിയിലാണ് ഉദ്ദേശിച്ചത്. ചായക്കോട്ടിൽ ഇനി നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വരാം. ഇനി ഒരു ഇടവേള.